അബ്ദുൾ റഹീമിന്റെ മോചനം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം ഇന്ന് കാത്തിരുന്നത്. ആ പ്രതീക്ഷ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് റിയാദ് ക്രിമിനൽ കോടതി കേസ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. ഡിസംബർ 30-ന് കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീം മോചിതനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇത് 4ാം തവണയാണ് റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന്റെ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഡിസംബർ 30-ന് വിധി അറിയാനായി വീണ്ടും കേസ് പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ കുടുംബാംഗങ്ങളിലുണ്ട്. നമുക്ക് റഹീമിന്റെ സഹോദരൻ നസീറിനോട് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇന്ന് വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അല്ലേ, വീണ്ടും മാറ്റി എന്നുള്ളത്? ഇന്നിപ്പോ നല്ല പ്രതീക്ഷ തന്നെ. കാരണം 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ കേസ് ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ നീട്ടി വെക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ 8-ന് കേസ് വിളിച്ചു, ഇപ്പോൾ 4 ദിവസം കൊണ്ട് കേസ് എടുത്തു. അപ്പോൾ നല്ല പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവിടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കേസ് ഒന്നും നടന്നിട്ടില്ല. റഹീമിൻ്റെ മാത്രമല്ല വേറെ കേസുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഡേറ്റ് മാറ്റിവെച്ചു. ഇപ്പം കിട്ടുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 30-ലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. അത്രയും ദിവസമുണ്ട്, ഒരു പ്രതീക്ഷ തന്നെ. കാരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് പ്രൊസീജിയറേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് റിലീസ് ഓർഡർ വരുമെന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഇന്നൊക്കെ. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക. ഉമ്മ എന്ത് പറയുന്നു? ഉമ്മ ഓരോ ഡേറ്റ് പറയുമ്പോഴും ഒരു നല്ലൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പക്ഷെ അത് മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക, ആകെ ഒരു പിടുത്തം വിട്ടു പോവാണ്. പിന്നെ ഒന്ന് നോർമലായി വരുമ്പോഴേക്കും മണിക്കൂറോളം പിടിക്കും. അതുകൊണ്ടാണ് ഉമ്മ ക്യാമറയ്ക്ക് വരാത്തത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഹായങ്ങളെല്ലാം ചെയ്ത നിയമസഹായ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി മജീദ് ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയാദിൽ നിയമസഹായ സമിതി രൂപീകരിച്ചാണ് ഇതിൻ്റെ കോടതി നടപടികളൊക്കെ കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്നത്. അപ്പോൾ അവർ ഇത് ദിയാധനം സ്വീകരിച്ചാൽ റഹീമിനെ മോചിപ്പിക്കും എന്ന ഒരു ഉറപ്പ് കുടുംബത്തിൽ നിന്ന് കോടതി വഴി കിട്ടിയപ്പോൾ ഉടനെ തന്നെ ഇവിടെ നാട്ടിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ റഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. എൻ്റെ പേര് മജീദാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ സർവകക്ഷി ട്രസ്റ്റ് രൂപീകരിച്ചു, പ്രവർത്തനം നടത്തി. കോടതി വിധി പറയാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഞങ്ങൾ ജൂലൈ 2-ന് പിന്നെ ഈ വിധി വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് കേട്ട അന്ന് മുതൽ തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് റഹീം തിരിച്ച് നാട്ടിലേക്ക് വരുന്നുള്ള പ്രതീക്ഷയിലാണ്. അതിന് ഞങ്ങൾ അവിടുത്തെ കമ്മിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അതിന് ശേഷം ഇപ്പം 3 തവണ കോടതി സിറ്റിംഗ് ചേർന്നു. ഓരോ സിറ്റിങ്ങിലും ഓരോ ചെറിയ സാങ്കേതികത പറഞ്ഞാണ് ഇത് നീണ്ടു പോകുന്നത്. ഇന്ന് ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ് ഇന്ന് എന്തായാലും റഹീമിൻ്റെ മോചന ഉത്തരവ് ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിയമസഹായ സമിതിയുടെ മുഴുവൻ ഭാരവാഹികളും ഗൾഫിലുള്ള നാട്ടിലുള്ള ആളുകളും ഞങ്ങൾ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് അറിയുന്നത് രാവിലെ കോടതി ആദ്യം വിളിച്ച സിറ്റിംഗ് പിന്നീട് അത് എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അത് തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് എല്ലാ കേസുകളും മാറ്റിവെച്ചതിൻ്റെ ഭാഗമായി റഹീമിൻ്റെ കേസും ഇന്ന് മാറ്റിവെച്ചു. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ വിവരം അത് ഡിസംബർ 30-ലേക്കാണ് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. എന്തായാലും ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടി ജനങ്ങൾ ഞങ്ങൾക്ക് ഈ ക്യാഷൊക്കെ തന്ന സാഹചര്യത്തിൽ അത് ഗവൺമെൻറ് വഴി നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എത്രയും പെട്ടെന്ന് മോചന ഉത്തരവ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കമ്മിറ്റിയുള്ളത്. ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങളുള്ളത്. ഡിസംബർ 30-ലേക്ക് വിധി പറയാൻ മാറ്റിവെച്ചു എന്നുള്ളത് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബാംഗങ്ങളും നിയമ സംരക്ഷണ സമിതിയൊക്കെ കാണുന്നത്. എന്നാൽ പോലും ഓരോ തവണയും മാറ്റിവെക്കുമ്പോൾ അതൊരു ആശങ്കയായി ഈ കുടുംബത്തിൽ നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റഹീമിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PB ജോഷില.